Welcome to Bindu's Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ ആൻസുകുട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. അപ്പോൾ ഇന്നലെ പോയി നമ്മൾ ആൻസുകുട്ടന് ഉടുപ്പൊക്കെ വാങ്ങിച്ചു. ബർത്ത്ഡേ ആയിട്ട് ഇന്ന് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് വേണ്ടേ നടക്കാൻ. പക്ഷെ ആൻസുകുട്ടൻ പഴയ ഉടുപ്പാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. കാരണം നമ്മൾ വീട്ടിലല്ല കേട്ടോ, നമ്മൾ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ കപ്പയ്ക്കകത്താണ്, കണ്ടത്തിലാണ്. ചേട്ടൻ കപ്പയ്ക്ക് വളയിടാനായിട്ട് വന്നതാണ്. ഇന്നലെ മഴ പെയ്തല്ലോ, നല്ല മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വളയിടാൻ വന്നു. അപ്പോൾ കാലത്ത് തന്നെ ഒരു ചേട്ടന് പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനെയും കൂട്ടിക്കൊണ്ട് നമ്മളിങ്ങ് പോന്നു. അപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് കുത്തിപ്പിടിച്ചിരിക്കണ്ടല്ലോ ഓർത്ത്, വീട്ടിലാണെങ്കിൽ കറണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വീട്ടിലിങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളും ഇങ്ങ് പോന്നേ, കൂടെ പോന്നു കേട്ടോ. അപ്പം നമുക്ക് ആൻസൂട്ടറിന് ഉടുപ്പൊക്കെ വാങ്ങിയ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. എന്തായിരിക്കുന്ന ആ ഫാൻ്റെ ഒട്ടിപ്പോയിരുന്നു. അതൊന്നും എടുക്കണ്ട, നോർമൽ ഇപ്പം നീ ഇട്ടേക്കണം മുഴുപ്പിൽ ഓർമ്മ എടുക്കാൻ. അത് നല്ല രസമായിരിക്കും. ഇപ്പം നീ ഇട്ടേക്കണം കണ്ടോ. ഇപ്പം നീ ഇട്ടേക്കണ മോഡലുണ്ടെങ്കിൽ എടുക്കണം, അത് നല്ല രസമുണ്ട്. അതിന് ഹൈറ്റ് കൂടുതലല്ലേ, നോക്കിക്കേ. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ദേടാ ഈ സെക്ഷനിലുണ്ടല്ലോ സൂപ്പർ ബാഗൊക്കെ നോക്കി. ഇത് 1+1 കിഴിവാ, അത് മാത്രമേ ഉള്ളൂ ഓഫറ്. ഇത് നോക്കിക്കേ, ഭയങ്കര നീളാടാ. നേരെ നോക്കടാ, നേരെ നോക്ക. ആ ഫേസ് ചേർത്ത് വെച്ചേ. അതിപ്പോ സ്പൈക്ക് ചെയ്യണ്ട, അല്ലാതെ തന്നെ നിന്നെ പോലെ ഉണ്ട് കണ്ട. അല്ലെങ്കിൽ നോക്കി ഇനി പോയി ശരിക്കും നേടാ നോക്കിയടാ. നമ്മളും ഉണ്ട്, പപ്പയുണ്ട്. ചേട്ടൻ അങ്ങോട്ട് നോക്കിയേ. നിന്ന് എനിക്ക് സാരി വാങ്ങിച്ചു തരാൻ പോയതാണ് കേട്ടോ. ഒരു അടിപൊളി ഒരു സാരി ആൻസ് വാങ്ങിയത്. പാവം കയ്യിൽ നിന്ന് പൈസയൊക്കെ തീർന്നതേ വന്നിട്ടുണ്ട്. ചാതല്ല കരത്തിൽ 750 രൂപയുടെ സാരി വാങ്ങിച്ച് 750, 1500 സാരി. അതും കൊടുക്കാം. നമ്മൾ സീമാസിലാണ് കേട്ടോ ഇരിക്കുന്നത്. സീമാസിൽ നിന്ന് അടപ്പിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോവാറുള്ളത്. നല്ല രസമായിട്ട്, നല്ല ഭംഗി. സാരികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇത് നോക്ക്, നല്ല ഭംഗിയില്ലേ നോക്ക്. അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും വില കൂടിയ സാരി 1500 രൂപയുടെ സാരി വാങ്ങിച്ച്. 750 രൂപയ്ക്ക് 7 സാരിയെങ്കിലും എടുക്കണ്ട ഞാൻ.
ആ ഒന്നെങ്കിലും നല്ലതായിരിക്കട്ടെ അല്ലേ അല്ലേ പറയാത്തന്നെ കേട്ടോ. സാരിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതേ നിൽക്കണ സാരിയൊക്കെ നല്ല രസമല്ലേ? ആ നിൽക്കണ സാരിയുടെ റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് വെച്ചേട്ടോ. നല്ല ഭംഗിയുണ്ട് തന്നെ. ഇത് അവിടെയാ റേറ്റ്? എടാ ഇതിൻ്റെ റേറ്റ് എവിടെയാണോ ആൻസേ? ഇത് എവിടെയെങ്കിലുമൊക്കെ കാണേണ്ടതാണല്ലോടാ ഇതിനല്ലേ? നല്ല കളറാ. ആ ഇനിയിപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ഇവൻ എടുക്കാൻ വേണ്ടി വന്നതാ. പോകാം. ഇപ്പം നമ്മൾ പോവാണ് കേട്ടോ. സീമാസൊക്കെ ഇപ്പം തന്നെ അടച്ചു പൂട്ടും. അതിന് മുമ്പേ ഞങ്ങൾ പോവാണ്. ഇനി അടുത്ത ദിവസം സീമാസിലേക്ക് വീണ്ടും വരാം. നല്ല രസമുണ്ടാണ്. നമുക്ക് ഇവിടെ വേണ്ട ഒരു ഫോട്ടോ എടുത്തിട്ടോ. ആ നിന്റെ പൈസ മൊത്തം പോയാ? ഇനി എത്ര ഉണ്ടറാ? 250 രൂപ 100. അപ്പം 350 രൂപ. ആ സാരല്ല, ഞാൻ പൈസ തരാം കേട്ടോ. ഞാക്കടെ അടച്ചിട്ടില്ലെങ്കിൽ അവിടെ കയറാതെ കേട്ടാ കേട്ടാ കേട്ടാ. നമ്മുടെ അടുത്ത വർഷത്തെ മുഖ്യമന്ത്രിയായിരിക്കണത് മറ്റേ പയ്യനില്ലാതെ ഇവിടെ നസ്ലിനെ പോലെ പയ്യനില്ല. കണ്ടത് കണ്ടു ഇവിടെ നസ്ലിനെ പോലെ പയ്യനുണ്ട്. എങ്ങനെ ഒന്നും വേണ്ട. ആൻസിനുള്ള കാര്യങ്ങളൊക്കെ എത്തി. ആൻസിന് ഇപ്പം ഇന്ന് ചോറൊന്നും വേണ്ട. എന്നാൽ പിന്നെ ഓരോന്ന് മാറ്റിയിട്ട് ഓരോന്നെല്ലാം തിന്നടാ. ബർഗർ തിന്നുമ്പോൾ തിന്നടാ. ഞാനൊന്ന് കാണട്ടെ. അതാ തിന്നടാ അതാ തിന്നടാ. അതെന്നെ പരിപാടിയാടാ. അത് ശരിയല്ല, അത് കളിക്കാനില്ല. എന്താ എലി പുന്നല് കണ്ടോണം? എന്താണ് എലി പുന്നല് കടിക്കണം അങ്ങനെ. ഇതാണ് നട്സ്. വേണ്ട വേണ്ട വേണ്ട, മാറ്. ആ ഇതാ നട്സ്.
നമ്മളപ്പോ എടാ ഉടുപ്പ് മാറാൻ സമയമില്ലടാ. ഷോ നല്ല ഇടി മഴ വരുന്നു ഈ സമയത്ത് ഇടി മഴ ഈ സമയത്ത് നമ്മളപ്പോ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. പേടിയാ ഇടി വെട്ടിട്ടാ, പേടിയായിട്ടാ, വേറൊന്നുമല്ല. വേഗം പിടിച്ചിറ. വാസുവിന് പേടിയാ ഇടി മുഴങ്ങണ കേട്ടപ്പോഴേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഉടുപ്പൊക്കെ എടുത്തത്. എന്താണേലും ആൻസൂട്ടനൊരു സർപ്രൈസൊക്കെ ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ തവണ ആൻസൂട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും കുറേ മിഠായി വിതറും, കുറേ ബലൂൺ വിതറും. അങ്ങനെ ആൻസൂട്ടൻ എഴുന്നേൽക്കുമ്പോഴേ ഭയങ്കര സന്തോഷത്തിലേക്കായിരുന്നു എഴുന്നേറ്റ് വന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം പിന്നെ ആൻസൂട്ടറിനെ രാവിലെ തന്നെ എടാ കപ്പയ്ക്ക് വളയിടാൻ വാള എന്ന് പറഞ്ഞിട്ട് കുത്തിപ്പൊക്കി നമ്മൾ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ ആൻസൂട്ടറിന് സർപ്രൈസ് ഉണ്ട്. ആൻസിന് ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം ചേട്ടൻ പറഞ്ഞ ഇന്നാണല്ലോ ബർത്ത്ഡേ, അപ്പം നമുക്ക് ഇന്ന് ചുമ്മാ തൊടുപുഴയൊക്കെ പോയി കറങ്ങി ആൻസിന് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് എന്താണേലും കേക്ക് വാങ്ങാൻ പോകണം. അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ച് വരാമെന്ന് നമ്മൾ പ്ലാൻ ഇട്ടേക്കണേ. അപ്പോൾ പ്ലാനും പദ്ധതിയും പോലെയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിലൊക്കെ പോകുമോ, ആൻസിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമോ, ആൻസിന് എന്തൊക്കെ സർപ്രൈസ് കൊടുക്കും എന്നൊക്കെ അറിയാം. അപ്പോൾ ഇന്നലെ കടയിൽ ചെന്നിട്ട് ആൻസിന് ഇഷ്ടത്തിന് പോയി ഉടുപ്പെടുത്തോളാൻ പറഞ്ഞു. ആൻസ് പോയിട്ട് നല്ല വിലപിടിപ്പുള്ള ഉടുപ്പൊക്കെയാണ് ആൻസൂട്ടൻ പോയി സെലക്ട് ചെയ്തെടുത്തോണ്ടൊക്കെ വന്നത്. പിന്നെ അവൻ്റെ ഇഷ്ടത്തിനാണ് വാങ്ങിയത്. പിന്നെ അവൻ എനിക്കും ഒരു സാരി വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇതുവരെ എന്ന് പറയുമ്പം എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ആൻസിൻ്റെ ബർത്ത്ഡേയും ഒരേ ദിവസമായിരുന്നു, എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിന് മുമ്പായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നുള്ളതാണ് ആൻസൂട്ടൻ. അപ്പം ഞാൻ വിചാരിച്ചു വെഡ്ഡിങ് ആനിവേഴ്സറിയോ എനിക്ക് ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല 2 വർഷം മുമ്പ് വരത്തേക്ക്. കാരണം എല്ലാവർക്കും അറിയാലോ. അപ്പം അങ്ങനെ ഒരു സങ്കടം വന്നപ്പം ആ സങ്കടത്തിന് മേലെ ദൈവം തന്ന സന്തോഷമായിരിക്കാം ആൻസുകുട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഒരാഘോഷം ഇല്ലെങ്കിൽ ആ ദിവസം വെറുതെ വിഷമിച്ച് കുത്തിപ്പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ദൈവം തന്നതായിരിക്കാം വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ ആൻസുകുട്ടനെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്താണെങ്കിലും ആൻസുകുട്ടൻ ഇതുവരെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി അവൻ്റെ ബർത്ത്ഡേ ഒരുമിച്ചാകുമ്പം അവന് പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുമല്ലോ. അപ്പം ആൻസിന് ഗിഫ്റ്റ് വാങ്ങാൻ പോകുമ്പം അവൻ എനിക്കും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് തരുമായിരുന്നു, ക്യൂടെക്സ് ആയിട്ടും കമ്മലായിട്ടും. ഒരു തവണ പിന്നെ ഇവന് ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പം ഇവൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞ് പോയിട്ട് അവൻ കളിപ്പാട്ടം തപ്പി നടന്ന ഒരു ചരിത്രവും ഇതിൻ്റെ പുറകിലൊക്കെ ഉണ്ട്. അപ്പം എന്താണെങ്കിലും അവനിങ്ങനെ എനിക്ക് മുടങ്ങാതെ എല്ലാ വർഷവും ഗിഫ്റ്റ് എന്താണേലും എടുത്തു തരും. അന്ന് പിന്നെ കളിപ്പാട്ടം തപ്പി നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങാനല്ലേ വന്നത്, നിനക്ക് കളിപ്പാട്ടം തപ്പാനാണോ എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയിട്ടൊരു കമ്മൽ പോയി പെട്ടെന്ന് എടുത്ത് തരുമായത്. ഭംഗിയും കാര്യങ്ങളൊന്നും നോക്കിയില്ലെങ്കിൽ അവൻ തന്ന കമ്മൽ ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മയിലിൻ്റെ ഡിസൈനുള്ള ഒരു കമ്മലായിരുന്നു, ഒരു സ്റ്റഡാണ്. ഒരു ഓറഞ്ചും ഒരു വെടിക്കെട്ട് കളറാ, ഒരു വൈറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ആൻസുകുട്ടൻ എനിക്ക് വാങ്ങിച്ചു തരാം. അപ്പോൾ ഈ തവണ ആൻസുകുട്ടനാണെങ്കിൽ പൈസ കൂടുതലുള്ളത് കൊണ്ട് ആൻസുകുട്ടൻ എനിക്കൊരു നല്ലൊരു സാരിയാണ് വാങ്ങിച്ചു തന്നത്. അവനോട് സാരി എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഗിഫ്റ്റ് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വാട്ടർ ബോട്ടിൽ തപ്പിപ്പോയേക്കോ കടയിൽ ചെന്നിട്ട്. അപ്പോൾ സീമാസിൽ എന്നോട് ഇഷ്ടമുള്ള സാരി എടുത്തോളാൻ പറ്റി അവൻ വാട്ടർ ബോട്ടിൽ തപ്പാൻ പോയി. പിന്നെ ഞാനൊരു സാരി എടുത്തു, അത് അത്യാവശ്യം കാശുള്ള സാരി നോക്കിയെടുത്തു. ഇവൻ്റെ കയ്യിൽ ഇത്രയും ബഡ്ജറ്റ് ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പരമാവധി അങ്ങ് യൂസ് ചെയ്ത് നിർത്തി. അങ്ങോട്ട് പാരിസ് ഭയങ്കര രാജാവായിട്ട് പോയി. ഞാൻ കണ്ടെത്തി പോകാനൊന്നും നടത്തില്ല, ഞാനടുത്ത് വേറെ എങ്ങോട്ടാ പോവാണ്. ആണോ? പൈസ എടുത്തോണ്ടാണോ പോന്നെ? അതിൻ്റെ ഇടയ്ക്ക് പൈസ എടുത്തു. അങ്ങോട്ട് ആൻസ് വലിയ 10,000 രൂപയുടെ രാജാവായിട്ട് പോയി, ഇങ്ങോട്ട് വന്നപ്പോൾ 10-200 രൂപ കൈ പിടിച്ച് പിച്ചക്കാരനായിട്ട് പോകുന്നു. ഇതെന്തിനാണ് 50 രൂപ? എനിക്ക് വേണ്ട. ഇവനിപ്പോൾ ഇങ്ങോട്ട് പൈസ തന്നു തുടങ്ങി. മുതലാളി. അപ്പം എൻ്റെ ആണെങ്കിലും ഭയങ്കര രസമായി പോയി ആൻസുകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ. അവൻ്റെ ബർത്ത്ഡേ ഇന്ന് നമ്മൾ പൊളിച്ച് അടിച്ച് പൊളിക്കണം. എൻ്റെ അമ്മച്ച തല്ലരുത്.
എടാ കടിക്കില്ലടാ, ഇതെന്തോ അത് പട്ടിയുടെ ജന്മോ. അപ്പം ആൻസ് അങ്ങനെ ഇരിക്കുവാണ്. അപ്പം ആൻസ് കുട്ടറിന് വേണ്ടി സർപ്രൈസ് കൊടുക്കണം. പിന്നെന്ന് പറഞ്ഞാൽ എന്താ, ഇന്നലെ നല്ല മഴയായിരുന്നു, രാത്രിയിൽ ഇടിയും വെട്ടി മഴയായിരുന്നു, വീട്ടിൽ കരണ്ടും ഇല്ല, കൊപ്രയും ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ദുഃഖമുണ്ട്. വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞപ്പോൾ തേന്തേ വേർക്കുന്നു. ഇതെന്തുവാ ഇതാ? എടാ അത് പപ്പയ്ക്ക് ഇരിക്കാനുള്ള ഇത് കംഫർട്ടായിട്ട് വെച്ചേക്കണം, നീ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതേ മഴ വരുന്നുണ്ട്. ഇന്ന് സൂര്യനും വെട്ടമൊന്നും ഇല്ലയെന്ന് തോന്നണം കേട്ടോ. എന്താണെങ്കിലും സൂര്യന് പ്രാഗി അങ്ങേര് പോയിട്ടുണ്ട്. മഴക്കാലം പതുക്കെ വന്നു തുടങ്ങി. നമ്മൾ പച്ചക്കറി നട്ട് ചീരയൊക്കെ മുളച്ച് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ ഏരിയയിലേക്ക് പോയില്ല, സത്യം പറഞ്ഞാൽ അതിന് സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്ന് വാചകം അടിക്കാതെ പോയി വളയിട് പെണ്ണേന്ന് വല്ലവരും മനസ്സിൽ ചിന്തിക്കുമായിരിക്കും. സത്യത്തിൽ ബക്കറ്റ് എടുത്തില്ലെന്ന്. ഞാനടുത്ത് ബക്കറ്റ് ഉണ്ടായിരിക്കും. ചേട്ടൻ ബക്കറ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വളം എടുത്തുകൊണ്ട് പോയി കപ്പയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് സഹായിക്കായിരുന്നു. ഇതിപ്പോൾ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ പുറത്തുനിന്നൊരു ചേട്ടനെ പണിക്ക് വിളിച്ചിട്ടുമുണ്ട്. അത്രയും പേരുണ്ട്. ഏതായാലും ഇവരുടെ വളയിടലൊക്കെ തീർന്ന് ചാക്കുകെട്ടൊക്കെ ചേച്ചിയുടെ കയ്യിൽ ഫ്രീ ആയി. വളം കൊണ്ടുപോയ ചാക്കൊക്കെ ചേച്ചിയുടെ കയ്യിൽ ഫ്രീ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കാൻ വയ്യ, കരണ്ടും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവിടെ ഇരുന്നിട്ട് എന്താ കാണിക്കാണ്. ഇതെന്തോന്നത്? അവിടെ താഴെ ഇറങ്ങിയിരിക്കടാ, ഇറങ്ങിയിരിക്കടാ, താഴെ ഇറങ്ങിയിരിക്കടാ, താഴെ ഇറങ്ങിയിരിക്കണ, താഴെ ഇറങ്ങടാ. എന്തോന്നറിയ കാണിക്കണേ? അപ്പം അങ്ങനെ ഇരിക്കുവാണ്. എന്തുവാടാ ഇത്? ബാ, നല്ല കാറ്റ്, ചെറിയൊരു കാറ്റ് വരുന്നുണ്ട്. ഇതെന്തുവാടാ ഈ ബീവി? ബിന്ദു വട്ടം കണ്ടെത്തി. എൻ്റെ വീട്ടുപേരും എൻ്റെ പേരും. എടാ മാറാ, എടാ പ്ലീസ് മാറാ, എനിക്ക് പറ്റില്ലാന്നേ. അമ്മത് ആവി എടുക്കുക, ഭയങ്കര കഷ്ടമാ. ഇതിവിടെ എങ്ങാനും വെക്കാല്ലേ, ഇതിവിടെ. അപ്പൊ ഇന്നലെ നമ്മൾ തൊടുപുഴ പോയെങ്കിൽ ആൻസൂട്ടറിന് സർപ്രൈസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? ആൻസിന് നമ്മൾ സർപ്രൈസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൻസിനോട് ഞാൻ ചോദിച്ചു, എടാ നിനക്ക് വിഷമായോടാന്ന് ചോദിച്ചു. അപ്പം നീ എന്താ പറഞ്ഞേ? വിഷമായി എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഏതായാലും അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു നമ്മൾ ഇന്ന് പോകുന്നുണ്ടല്ലോ, ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ഞാനൊരു സർപ്രൈസ് വാങ്ങിയൊരു കൂടിനകത്ത് ഞാൻ വാങ്ങി വെച്ച്, എന്നിട്ട് അതെന്താണെന്നറിയാൻ വേണ്ടി തൊട്ട് നോക്കണു, പിടിച്ചു നോക്കണു, തൊട്ടാ ഇവൻ എന്താന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഞാനതൊന്നും മാറ്റാൻ പാട്. പോകുമ്പോൾ ഇവനെ കൊണ്ടല്ലാതെ പോകാൻ പറ്റുമോ? അല്ല, ഇവൻ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് പോയി സർപ്രൈസ് തന്നെ വാങ്ങാം. ഇത് കൂടെ അടക്കുവാണല്ലോ. കഴിഞ്ഞ വർഷം ടെഡി ബിയർ സർപ്രൈസ് വാങ്ങിച്ചു കൊടുത്തേ, അതാ കടയിൽ ചെന്നിട്ട് ഇവനെ മാറ്റിയിട്ട് ആ ടെഡി ബിയർ ഒന്നും എടുക്കാൻ പാട്. ദൈവം തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം എന്താണ്, അപ്പം എന്താണെങ്കിലും നമ്മള് എൻ്റെ നാട്ടിലുള്ളൊരു ചേച്ചീനെ കിട്ടിയ ചേട്ടനായി പോകുന്നത്. ചെറുപ്പകാലം മുതലേ അറിയണ ഒരു ചേച്ചീനെ കല്യാണം കഴിച്ചൊരു ചേട്ടനാണ് പോകുന്നത്. ഒത്തിരി നേരം ചേട്ടനോട് സംസാരിച്ചു. അപ്പം ആ ചേച്ചീനെ പള്ളിപ്പെരുന്നാളിന് വെച്ച് കണ്ടു. എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു ആ ചേച്ചി നാട്ടിലേക്കാണ് വന്നതെന്ന്. സ്വന്തം നാട്ടുകാരെ നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് ഞാൻ ആ ചേട്ടനോട് പറയുമായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ പണിയൊക്കെ കഴിഞ്ഞതേ അവര് വരാൻ തുടങ്ങുമെന്നാട്ടാ തോന്നുന്നേ. എടാ അവരെന്ത് ചെയ്യടാ? കണ്ടുപിടിച്ചില്ലേ? പക്ഷെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. നിനക്കെന്നാടാ ഇല്ലാത്ത? നിനക്കെന്നാ ഇല്ലാത്ത? അറിയില്ല. എന്നാണെങ്കിലും ആൻസൂട്ടന് ഞാൻ ആലോചിച്ചിട്ട് ആൻസൂട്ടന് എന്താ ആഗ്രഹം എന്ന് എനിക്കിതുവരെ അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല. ഇവനോ എല്ലാം ഉണ്ട് അല്ലേടാ?
നിനക്ക് ഇല്ലാത്ത ഒന്നും ഇല്ലല്ലോ. എന്തായാലും ഇല്ലാത്ത ഉണ്ടോടാ നിനക്ക്? എന്താ ഉള്ളേ? ഗിയർ സൈക്കിൾ. ആ നീ പോളയിറക്കാന്ന്. അപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അത് പോരെ. നിനക്കെന്നെ ഇല്ലാത്ത, അല്ലാതെ ഇല്ലാത്ത എന്നാടാ പറയടാ. എന്നാലും നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോടാ? അറിയോ ഇല്ല കേൾക്കോ ഇല്ലാത്ത ഏതോ ഒരു നാട്ടിൽ വന്നിരുന്നോണ്ട് നമ്മൾ നിന്റെ ബർത്ത്ഡേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന അറിയില്ലാത്ത കുറേ മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമുക്ക് സ്നേഹം തരും, നമ്മളെ പരിഗണിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോടാ? ചേച്ചിനെ കണ്ടിട്ടുണ്ട്. വാ, ഇഷ്ടം പോലെ. എവിടെ വെച്ചാ? ആ വീടിന്റെ പുറത്തൊക്കെ പൂച്ചെടി കൂടെ കട്ടി കിടക്കണതാണ്. വാ, ചാച്ചനെ കണ്ടിട്ടുണ്ട്. ചാച്ചനെ ഇവിടെ വന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കും, മുഖം ഇങ്ങനെ ഇരിക്കണേ അറിയാം ഇതിൽ പോകുമ്പോ. അല്ല, അവിടുത്തെ ആൻറ്റീനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ, വെളിയിലേക്കൊന്നും വന്ന് കണ്ടിട്ടില്ലേ? ഈ വീടൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പം അവർ പണിയൊക്കെ കഴിഞ്ഞ് പതുക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏതായാലും നേരത്തെ പോകാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. പിക്കപ്പ് ചെയ്യലാണ്. അപ്പം ആൻസൂട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.